നമസ്കാരം. ഡാറ്റ സയൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലോജിസ്റ്റിക്സ് റിഗ്രഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. ഒരു ഡാറ്റ കൊടുത്തിട്ട് അത് മെഷീനെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ആ മെഷീൻ ഒരു പ്രെഡിക്റ്റ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് തരും. ഏതാണ്ടൊരു ആക്യുറസി എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം മെഷീൻ്റെ പ്രിഡിക്ഷനും കറക്റ്റായിരിക്കും. അപ്പം നമുക്കിന്ന് അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കാവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുവാണ്. അതിലാദ്യം വേണ്ടത് പാണ്ടാസ് ആണ്, നംപൈ, അതുപോലെ തന്നെ sklearn, സൈക്കിട്ട് ലേൺ എന്ന് പറയും. ആ ഒരു മോഡ്യൂളും കൂടെ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് sklearnനകത്ത് തന്നെ കുറച്ച് മോഡൽസ് ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതുന്നത്. ഇതിനകത്ത് ഇനിയും മോഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. തൽക്കാലം പെട്ടെന്ന് ചെയ്ത് എങ്ങനെ ഒരു കുറച്ച് മോഡൽസ് കൊടുത്ത് മെഷീനെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് തരുന്നുണ്ട് എന്ന് നോക്കാം നമുക്കത്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പ് എഴുതുന്നതിൻ്റെ മുഖ്യ കാരണം ഗൂഗിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ ഗൂഗിൾ വഴി അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ കൊടുത്തത്. ചൂസ് ഫയൽ വെക്കും. അന്നേരം നമ്മുടെ ഫയൽ ഏതാണോ ജസ്റ്റ് പാത്ത് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു എക്സൽ ഫയലിൽ അതിന് ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള മോഡ്യൂൾ അല്ലെങ്കിൽ ഒരു മോഡൽ നമുക്കിവിടെ ബിൽഡ് ചെയ്യാം. ഒരു മാർക്ക് ലിസ്റ്റ് റെഡി ചെയ്യാം. അതായത് ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ടുള്ള മാർക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അവസാനം നെക്സ്റ്റ് ഇയർ എത്ര മാർക്ക് വാങ്ങും എന്ന് മെഷീനെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യിപ്പിക്കണം. അതാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ വാല്യൂസ് ഒന്ന് ഫില്ല് ചെയ്യാം.
ഡാറ്റ ഫില്ല് ചെയ്ത് സേവ് ചെയ്തു. ഇനി പറഞ്ഞ ഗൂഗിളിലേക്ക് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരും. ഇത് കഴിഞ്ഞിട്ട് പാണ്ടാസ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് പാണ്ടാസ് റീഡ് എക്സൽ എന്ന് പറയുന്നൊരു മോഡ്യൂളുണ്ട്, ഒരു ഇതുണ്ട്. അത് യൂസ് ചെയ്ത് ഫയൽ നെയിം കൊടുത്ത് നമുക്കിതിനെ ലോഡ് ചെയ്യിപ്പിക്കാം. പിന്നെ പാണ്ടാസിൽ ഒത്തിരി മോഡ്യൂൾസ് ഉണ്ട്. നമുക്കിതിനെ കുറച്ച് കോളംസ് വേണ്ടെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്ത് കളയാം. അതിൻ്റെ ഹെഡ് മാറ്റാം, സൈസ് തന്നെ മാറ്റാം. ഒരുപാടുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ പാണ്ടാസിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽസ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഡ്രോപ്പ് ചെയ്ത് കളയുക ചെയ്യുന്നു. അവസാനത്തെ, അതായത് മാർക്കിൻ്റെ കോളം ഞാൻ ഡ്രോപ്പ് ചെയ്ത് കളയുന്നതിലല്ല, നമുക്ക് ഇൻപുട്ട് മോഡൽസും ഔട്ട്പുട്ട് മോഡൽസും കൊടുത്ത് മെഷീനെ കൊണ്ട് ഇതാണ് ഇൻപുട്ട് ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഡാറ്റ ഷീറ്റ് കൊടുത്തു, അതിൽ നമുക്കറിയാം ഇൻപുട്ട് ഏതാണ് ഔട്ട്പുട്ട് ഏതാണ് നമുക്കറിയാം. അപ്പം ഇൻപുട്ട് സെപ്പറേറ്റായിട്ട് മെഷീന് പറഞ്ഞു കൊടുക്കുക, ഔട്ട്പുട്ടും അതുപോലെ സെപ്പറേറ്റായിട്ട് മെഷീനിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ടാസ്ക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇൻപുട്ട് ഫയൽസിനെ എക്സ് എന്നും ഔട്ട്പുട്ട് ഫയൽ, അതായത് മാർക്ക് വരുന്ന കോളത്തിന് വൈ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൊടുത്തിട്ടാണ് മെഷീനിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇനി മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്കൊരു മോഡ്യൂളുണ്ട്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്നൊരു മോഡ്യൂളുണ്ട്. അത് SQL ഭാഗത്ത് വരുന്ന ഒരു മോഡലാണ്, മോഡൽ സെലക്ഷൻ്റെ ഒരു പാക്കേജാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് വേണം നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഇനി അതിന് നമുക്കൊരു ഒരു വേരിയബിൾസിൽ അസൈൻ ചെയ്യാം. ഈ കിട്ടിയ ഔട്ട്പുട്ടിനെ ഒരു വേരിയബിൾസിലോട്ട് അസൈൻ ചെയ്യാൻ. ഞാനതിവിടെ എക്സ് ട്രെയിൻ എന്നും എക്സ് ടെസ്റ്റ് എന്നും വൈ ട്രെയിൻ എന്നും വൈ ടെസ്റ്റ് എന്നും എടുക്കുന്നുണ്ട്. അത് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടും ആണ് അങ്ങനെ എടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള പേരിൽ നമുക്ക് വേരിയബിളാക്കാൻ പറ്റും. അടുത്ത് നമുക്ക് മോഡൽ ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്, ലീനിയർ ഉണ്ട്, ലോജിക് ഉണ്ട്.
അപ്പം ഞാനിവിടെ ലോജിക് ഒന്ന് യൂസ് ചെയ്യാം. ലോജിസ്റ്റിക് റിഗ്രഷനാണ് എൻ്റെ ഒരു ഫുൾ നെയിം, ആ മോഡ്യൂളിൻ്റെ പേര് അതാണ്. എന്നിട്ട് അതിനെ ഇമ്പോർട്ട് ചെയ്യിപ്പിച്ച് മോഡലിനെ ഫിറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. ഈ ഡാറ്റ സെറ്റുമായിട്ട് ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ അതിനെ ഫിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. എറർ വന്നതിൻ്റെ മെയിൻ കാരണം ഈ അനീഷ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് വാല്യൂ ആണ്. ഇത് ഫ്ലോട്ട് മാത്രമേ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഇൻറ്റീജർ ക്യാരക്ടറിനെ നമ്മൾ ഫ്ലോട്ടിലേക്കോ അല്ലെങ്കിൽ ഇൻറ്റീജർ ക്യാരക്ടറിലേക്കോ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് പാണ്ടാസിൽ തന്നെ ഒരു മോഡ്യൂളുണ്ട്, റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്യൂ വാല്യൂ പെയറായിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, സ്ട്രിങ്ങിനെ ഇൻറ്റീജറാക്കി മാറ്റാൻ സാധിക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഈ നെയിമെല്ലാം 1 എന്ന പേരിലോട്ട് മാറ്റിയിട്ടുണ്ട്. അനീഷിനെ 1 എന്നുള്ളൊരു ഇൻറ്റീജറിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. റൺ ചെയ്യിപ്പിക്കുമ്പോൾ എററെല്ലാം മാറും. ഇപ്പോൾ ഞാനിവിടെ പ്രഡിക്ഷൻ നോക്കുവാണ്. എത്രത്തോളം ആക്യുറസി കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ആക്യുറസി 0.25 ആണ്, ഒട്ടും ആക്യുറസി ഇല്ല. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0.25 തുല്യമായിരിക്കുമെന്നാണ് അത് മെഷീൻ പ്രിഡിക്റ്റ് ചെയ്തത്. അത്രത്തോളം ആക്യുറസിയേ കാണത്തുള്ളൂ, 0 ആക്യുറസിയേ കാണത്തുള്ളൂ. നമുക്ക് എപ്പോഴും ഒരു ആക്യുറസി വാല്യൂ 70 മുകളിലോട്ടായിരിക്കണം. ഇതിപ്പോൾ 0 ഒട്ടും എന്താ പറയുക, ഒട്ടും കറക്റ്റല്ല എന്നുള്ള രീതിയിലായിരിക്കും മെഷീൻ ഔട്ട്പുട്ട് തരുന്നത്. നമുക്ക് നോക്കാം എത്ര കിട്ടും നോക്കാം.